വെളുത്തുള്ളി സാധാരണ ഭക്ഷണ വിഭവം എന്നതിലുപരി ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സൂപ്പർ ഫുഡാണ്. വെളുത്തുള്ളിയുടെ സവിശേഷമായ ഗന്ധവും ഗുണവും നൽകുന്നത് അതിലെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലിസിനാണ്. ഇനി എളുപ്പത്തിൽ തൊലി കളയാനുള്ള 2 മാർഗങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ടുള്ളത്, കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് വെളുത്തുള്ളി അല്ലികൾ ഇട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് അതിൻ്റെ തൊലി കളയാം. അതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് തൊലി കളയുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാനിങ്ങനെ വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ നടുവിൽ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ കത്തി കൊണ്ട് മുറിച്ചു കൊടുക്കും. എന്നിട്ട് വളരെ ഈസി ആയിട്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ തൊലി കളയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളയാം. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് നന്നായി തിരുമ്മി എടുക്കണം. അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ കൈകൊണ്ട് തന്നെ കത്തിയില്ലാതെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഈ രീതി വളരെ എളുപ്പമുള്ള രീതിയാണ്. പിന്നെ വെളുത്തുള്ളി നന്നായി എണ്ണയെല്ലാം പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഈസിയായി. ഇനി നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്കത് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വെളുത്തുള്ളി തൊലിയും അതിൽ ഉള്ള ഈ വെള്ളവും നമുക്ക് ചെടികൾക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആണ്. ക്രീപ്പർ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയുടെ വെള്ളം ഈ ഇലകളിലൊക്കെ തെളിച്ചു കൊടുക്കാം. ഇതുപോലെ തെളിച്ചു കൊടുത്താൽ പുഴുക്കൾ അതിൽ നിന്ന് പോവും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ഈ തൊലി നമുക്ക് ഈ മണ്ണിൽ കുഴിച്ചിടാം. അങ്ങനെ ചെയ്താൽ നല്ല ഗ്രോത്തായിട്ട് ചെടികൾ വളരും. എല്ലാവരും ചെയ്ത് നോക്കണം. നന്നായി ചെടികൾക്ക് കിളിർപ്പ് വരാനും നല്ല ഇലകളൊക്കെ നന്നായി വരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ലൊരു അടിപൊളി ടിപ്പാണ്. വെളുത്തുള്ളി തൊലിയിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായിട്ടുണ്ട്. വെളുത്തുള്ളിത്തൊലി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുക്കുക. ഈ പൊടി ചെടിച്ചട്ടികളിലെ മണ്ണിൽ കലർത്തുന്നത് ചെടികൾക്ക് മികച്ച വളമായി പ്രവർത്തിക്കും. ചെടികൾക്ക് ഉത്തമ വളമായി വെളുത്തുള്ളിത്തൊലി ഉപയോഗിക്കാവുന്നതാണ്. കീടങ്ങളെ അകറ്റാൻ വെളുത്തുള്ളിത്തൊലി ബെസ്റ്റാണ്. വീടിന് ചുറ്റും വെളുത്തുള്ളിത്തൊലി ഇട്ട് കൊടുക്കുന്നത് പാമ്പുകളെ അകറ്റുന്നതാണ്. ഇനി നമ്മുടെ അരിപ്പാത്രത്തിൽ വെളുത്തുള്ളിത്തൊലി ഇട്ട് സൂക്ഷിക്കാം. അത് ഒച്ചു പോലെയുള്ള കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതാണ്. അരിയിൽ മാത്രമല്ല, ധാന്യങ്ങളിലും ഗോതമ്പ് തുടങ്ങിയവയിലെല്ലാം ഇതുപോലെ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഒരുപാട് കാലം ഒച്ചു കൊത്താതെ നമ്മുടെ അരി നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെളുത്തുള്ളിത്തൊലി നല്ലൊരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. വെളുത്തുള്ളിത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഉണങ്ങിയ വെളുത്തുള്ളിത്തൊലികൾ കുറച്ച് ഒലീവ് ഓയിലിലോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയിലോ ഇട്ട് ചെറിയ തീയിൽ ചൂടാക്കുക. ഈ തൊലികൾ എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം ആ എണ്ണ ഉപയോഗിക്കുന്നത് കറികൾക്ക് രുചി കൂട്ടാനും മണം കൂട്ടാനും ഗുണം ചെയ്യുന്നതാണ്. സാലഡുകളിലും മറ്റും ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. വെളുത്തുള്ളിത്തൊലികൾ നന്നായി കഴുകി ഉണക്കി ചൂടുള്ള ചീനച്ചട്ടിയിലിട്ട് ചെറുതായി വറക്കുക. റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഉണങ്ങിയ ശേഷം പൊടിച്ച് സൂക്ഷിക്കാം. ഈ പൊടി ഏത് കറിയിലും ചേർക്കാം. വെളുത്തുള്ളിയുടെ സത്ത് കറിയിലെത്തുകയും പോഷകാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വെളുത്തുള്ളി കറികൾക്കായി ഉപയോഗിക്കുമ്പോൾ തോലോടുകൂടി ചതച്ച് ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ആ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ്റെ ഗുണം നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു വെളുത്തുള്ളി തൊലി വെച്ചിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് നോക്കാം. ഇതുപോലെയുള്ള തൊലിയുടെ ഈ ഭാഗം എടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ട് ഫെവിക്കോൾ പുരട്ടിക്കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഫെവിക്കോൾ പുരട്ടി കൊടുക്കുക.
അതിനുശേഷം ഓരോ അല്ലികൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. അല്ലികൾ ഒട്ടിച്ചെടുക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ അടർന്നു പോരും. നമുക്ക് നല്ല ടേബിൾ ഡെക്കോറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ നമുക്ക് പല പല ഷേപ്പുകളിലും പല പല മോഡലുകളിലും നമുക്ക് വെളുത്തുള്ളി തൊലി വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഏറ്റവും സിമ്പിളായ രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് വേറെ പൂക്കൾ ഉണ്ടാക്കാം. ഇനി വെളുത്തുള്ളി തൊലിയുടെ ഇതുപോലെയുള്ള ഭാഗങ്ങൾ എടുക്കുക. അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നൂലുകൊണ്ട് കെട്ടി ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഇനി നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കുന്ന രീതി ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാൻ 2 ഫ്ലവറാണ് വെളുത്തുള്ളി തൊലി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ചെറിയൊരു ബോക്സ് എടുത്ത് അതിൽ തെർമോക്കോൾ വെച്ചിട്ട് അതിലാണ് ഈ വെളുത്തുള്ളിയുടെ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മോടി കൂട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ഡെക്കോറാണിത്. ഇതുപോലെ പല മോഡലുകളിലും നമുക്ക് വെളുത്തുള്ളി തൊലി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പാചകത്തിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. എന്നാലും ചെറിയൊരു വെളുത്തുള്ളി അച്ചാർ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കൂടി വഴറ്റാം. ഇവിടെ പാചകം ചെയ്യുന്നത് എൻ്റെ മദർ-ഇൻ-ലോ ആണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, ഉപ്പ്, വിനീഗർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തിള വരുമ്പോൾ കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയൊരു അച്ചാറാണ് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത്. വളരെ എളുപ്പവുമുണ്ട്.